ഉമർ മൗലവി നൽകിയ അറിവ് യുക്തിവാദത്തിന്റേതാണെങ്കിലും മകന് അത് പിടിച്ചില്ല. അല്പം കൂടി കടന്ന് സർവമത സത്യവാദവും സന്യാസവും ധ്യാനങ്ങളും പ്രകൃതിപാതയും ചേർന്ന് വഹാബിസത്തിന്റെ ഒരു ഉൽപ്പന്നമായി ബഷീർ മാസ്റ്റർ സുജീവനത്തിന്റെ സ്ഥാപകൻ രാമകൃഷ്ണ ആശ്രമത്തിലൂടെ ജീവിതത്തിന്റെ പുതിയ വഴി കണ്ടെത്തി. ഒരു പ്രത്യേക വ്യൂ ആണ് മാഷിനുണ്ടാവും. ഇതിനൊക്കെയുള്ള പ്രചോദനം എവിടുന്നായിരുന്നു? പ്രചോദനം അത് ആദ്യമായിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ആസ്മാരോഗിയായിരുന്നു, നല്ല ആസ്മാരോഗിയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ആക്സിഡന്റലായിട്ട് തന്നെ പറയാം, നമ്മൾ ശിവശൈലത്തെ രാമകൃഷ്ണനുണ്ട്, അവിടെ ഗുഡ് ലൈഫ് ആശ്രമം എന്ന് പറഞ്ഞിട്ടൊരു ആശ്രമമുണ്ട്, നൽവാഴ്വ് ആശ്രമം എന്ന് പറഞ്ഞ അവിടെ ചെന്നുപെട്ടു. അവിടെ പഴങ്ങൾ മാത്രം നിന്ന് ജീവിക്കുന്ന ഒരു വിഭാഗം. പഴങ്ങൾ തിന്നാൽ രോഗങ്ങൾ ഉണ്ടാവില്ല, ഒബീസിറ്റി ഉണ്ടാവില്ല, അങ്ങനെ യാതൊരു ശരീരത്തിന്, അതായത് മറ്റു മൃഗങ്ങളെ പോലെ തന്നെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അത് ഇന്ന് മനുഷ്യന് അതിന് സാധ്യമല്ലാതെ അവൻ സ്വന്തമായിട്ട് കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയതാണ്. നേരിട്ട് നമുക്ക് പ്രകൃതി ഉണ്ടാക്കിയ സാധനങ്ങളാണ് നമുക്ക് ആഹരിക്കാൻ പറ്റുക. പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് തകരാറായി പോകും, നശിച്ചു പോകും, അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതാണ് നമ്മുടെ രോഗത്തിന് കാരണം എന്ന് പറഞ്ഞ ഒരു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹത്തിനായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം ഞാനും കൂടി ഒരു പുസ്തകം എഴുതിണ്ടാക്കി. അങ്ങനെ മാത്രമല്ല, അപ്പോഴേക്കാണ് നമ്മളെ പിന്നെ ഈ വൺ സ്ട്രോ റെവല്യൂഷൻ എന്ന് ഫുക്കുവോക്കയുടെ പുസ്തകം പറഞ്ഞു. അതുവഴി അതായിരിക്കണം ഒരു പക്ഷെ ഒരു വൻ ടേണിംഗ് പോയിന്റ്.